ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ETF-കൾ എന്നറിയപ്പെടുന്ന നിക്ഷേപ സംവിധാനത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ETF-കൾ അടിസ്ഥാനപരമായി ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നത് പോലെ തന്നെ വിവിധ നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ആ നിക്ഷേപമെല്ലാം കൂടി സമന്വയിപ്പിച്ച് മറ്റ് ആസ്തികളിൽ പുനർനിക്ഷേപിക്കുകയും അതിൽ നിന്നുള്ള വരുമാനം നിക്ഷേപകരുടെ നിക്ഷേപത്തിന് ആനുപാതികമായി അവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം. ഇതുതന്നെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളോ ഒക്കെയാണ് ETF-കളുടെ പിന്നിലും ഉള്ളത്. മ്യൂച്വൽ ഫണ്ട് പദ്ധതികളും ETF-ഉം തമ്മിൽ ചില വ്യത്യാസങ്ങളും ചില സാമ്യങ്ങളും ഉണ്ടെന്നുള്ളതിനാൽ ഇവ രണ്ടിനെയും ചേർത്ത് നമുക്ക് നിക്ഷേപ വിപണിയിലെ ഇരട്ടകളെന്ന് വേണമെങ്കിൽ വിളിക്കാം. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അടിസ്ഥാനപരമായി ഇൻഡെക്സ് ബേസ്ഡ് ഫണ്ടാണ്. അതായത് വിലസൂചികകളെ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടുകൾക്കാണ് ETF-കൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഒന്നുകിൽ അത് ഇൻഡെക്സിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ മേഖലയെ ആസ്പദമാക്കിയുള്ളതായിരിക്കും, അതുമല്ലെങ്കിൽ ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതായത് ഒരേ ഉൽപ്പന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ആസ്പദമാക്കിയുള്ള ഫണ്ടായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ കറൻസികളെ ആശ്രയിച്ചുള്ള ഫണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ കമ്മോഡിറ്റികൾ, സ്വർണം, വെള്ളി തുടങ്ങിയ കമ്മോഡിറ്റികൾ ഉൽപ്പന്നങ്ങൾ അവയെ ആശ്രയിച്ചുള്ള ETF-കളും നമുക്ക് ഉണ്ട്. ഏത് ETF ആണെങ്കിലും നമ്മൾ തിരഞ്ഞെടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെ തരത്തിലുള്ള ETF-കളാണ് നിലവിലുള്ളത് എന്ന് അറിയണം. ഏറ്റവും പ്രധാനപ്പെട്ട ETF-കളിൽ ഒന്ന് ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിലസൂചികളെ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടുകൾ. സെൻസെക്സ്, അതുപോലെ തന്നെ നിഫ്റ്റി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. അതുപോലെ അമേരിക്കയിലെ നാസ്ഡക്ക്, ഹോങ്കോങ്ങിലെ ഹാങ്സെങ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുമുണ്ട്. അവയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇരുന്ന് തന്നെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ സാധിക്കുന്നതിലൂടെ നമ്മൾ ആ രാജ്യങ്ങളിലെ ഓഹരികളിലാണ് ഫലത്തിൽ പണം മുടക്കുന്നത്. ഇത്തരം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾക്ക് പുറമേ മറ്റൊന്ന് ഉള്ളത് സെക്ടർ സ്പെസിഫിക് ഫണ്ടുകളാണ്. സെക്ടർ സ്പെസിഫിക് ഫണ്ടുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വ്യവസായ മേഖലയെ മാത്രം ആശ്രയിച്ചുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾക്കാണ് സെക്ടർ സ്പെസിഫിക് ETF-കൾ എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഫണ്ടിനും സെക്ടർ സ്പെസിഫിക് ഫണ്ടിനും പുറമെ ഉള്ളത് ഗോൾഡ് ETF-കളാണ്. അതായത് സ്വർണത്തിൽ അധിഷ്ഠിതമായ ETF-കൾ. സ്വർണം വാങ്ങുന്നതിന് പകരം സ്വർണത്തിൻ്റെ അതേ മൂല്യമുള്ള യൂണിറ്റുകൾ നിക്ഷേപകർ വാങ്ങുന്നു. അതിനുള്ള സംവിധാനമാണ് ഗോൾഡ് ETF-കൾ എന്ന് പറയുന്നത്. അതായത് സ്വർണം നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നില്ല, അത് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നില്ല, അത് സൂക്ഷിക്കേണ്ടി വരുന്നില്ല. അതിന് പകരം അതേ മൂല്യമുള്ള നമ്മൾ എത്ര തുകയാണോ നിക്ഷേപിക്കുന്നത് അതിന് ആനുപാതികമായി നമുക്ക് സ്വർണ്ണ യൂണിറ്റുകൾ ലഭിക്കുന്നു. ഈ സ്വർണ്ണ യൂണിറ്റുകളുടെ വില നിശ്ചയിക്കുന്നത് രാജ്യാന്തര വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ, സ്വർണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ അതിന് ആനുപാതികമായിട്ടാണ്. അതനുസരിച്ച് നമ്മളുടെ മൂല്യവും അനുനിമിഷം തന്നെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. കാരണം രാജ്യാന്തര വിപണിയിലെ മാറ്റമാണ് അവിടെ പ്രതിഫലിക്കുക. ഗോൾഡ് ETF-കൾക്കുള്ള ഒരു പ്രത്യേകത, സവിശേഷത എന്ന് പറയുന്നത് സ്വർണം നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അത് മോഷണം പോകാം, അതല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ലോക്കറിൽ കൊണ്ടുപോയി വയ്ക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഗോൾഡ് ETF ആണെങ്കിൽ അത് കടലാസ് സ്വർണ്ണമാണ്, രേഖകളിൽ മാത്രമാണ് ആ സ്വർണ്ണം ഉള്ളത്. അപ്പോൾ അതിന് നമുക്കൊരിക്കലും അത് നഷ്ടമാകുന്നില്ല. അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഗോൾഡ് ETF പോലെ തന്നെ ഉള്ള ഒന്നാണ് സിൽവർ ETF-കൾ. അതായത് സ്വർണത്തിന് പകരം അവിടെ വെള്ളിയിലാണ് നിക്ഷേപകരിൽ സമാഹരിക്കുന്ന പണം ഈ സിൽവർ ETF-കൾ പുനർനിക്ഷേപിക്കുന്നത് എന്ന് മാത്രം. അതുപോലെ മറ്റൊന്നാണ് മാർക്കറ്റ് ക്യാപ്പ്, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ഓഹരികളുടെ ആകെ വിപണി മൂല്യത്തിനാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ആസ്പദമാക്കിയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ഉണ്ട്. പിന്നൊന്ന് ഹൈ ഡിവിഡൻഡ് ETF-കളാണ്. അതായത് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കമ്പനികൾ, അത്തരം കമ്പനികൾ തിരഞ്ഞെടുത്തിട്ട് അവയിൽ മാത്രം പണം നിക്ഷേപിക്കുന്ന
ETF-കളെയാണ് ഹൈ ഡിവിഡൻഡ് ETF-കൾ, ഹൈ ഡിവിഡൻഡ് ബേസ്ഡ് ETF-കൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ശരീഅത്ത് നിയമപ്രകാരമുള്ള, അതായത് ഇസ്ലാമിക സദാചാര നിയമപ്രകാരം ഉള്ള കമ്പനികളിൽ മാത്രം പണം മുടക്കുന്ന ഫണ്ടുകൾക്കാണ് ശരീഅത്ത് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളെന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിയാൽ പലതരത്തിലുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ രാജ്യത്ത് നിലവിലുണ്ട്. ഇതിൽ ഏതാണ് നമുക്ക് അനുയോജ്യം എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്കതിനകത്ത് ചേരാവുന്നതാണ്. ETF-കളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മുടക്കിയിരിക്കുന്ന പണം, അതായത് നമ്മുടെ മൂലധനം, ആ മൂലധനത്തിൻ്റെ അനുനിമിഷമുള്ള മൂല്യം നമുക്ക് ETF-ലൂടെയാണെങ്കിൽ ലഭിക്കും. അതായത് നമ്മുടെ നെറ്റ് അസറ്റ് വാല്യൂ, ആസ്തി മൂല്യം, അത് തത്സമയം റിയൽ ടൈം പറയില്ലേ, നമുക്ക് തത്സമയം തന്നെ നമുക്ക് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അതേസമയം മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ആ വ്യാപാര ദിനത്തിൻ്റെ അവസാനം മാത്രമേ, അതായത് വ്യാപാര ദിനം അവസാനിച്ച ശേഷം മാത്രമേ നമ്മുടെ മുടക്ക് മുതലിൻ്റെ യഥാർത്ഥ മൂല്യം അറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ETF-ൻ്റെ പോർട്ട്ഫോളിയോ, നമ്മുടെ പേരിൽ ഉള്ള, നമ്മൾ എടുത്തിട്ടുള്ള ETF, അത് ഏതൊക്കെ ആസ്തികളിലാണ് പണം മുടക്കിയിരിക്കുന്നത്, എത്രമാത്രമാണ് മുടക്കിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പോർട്ട്ഫോളിയോ അത് നമുക്ക് അന്നന്ന് തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ETF-കളുടെ ഒരു പ്രത്യേകത. മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് മാസാവസാനം മാത്രമാണ് അത്തരം റിപ്പോർട്ട് ലഭിക്കുക. ഇതിനൊക്കെ പുറമെ ETF-കൾ അതിലൂടെ നമ്മൾ യൂണിറ്റുകൾ വാങ്ങുന്നതിന് നമുക്കുള്ള ബ്രോക്കറേജ് ചെലവ് താരതമ്യേന കുറവാണ്. അതായത് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുന്നത്ര ബ്രോക്കറേജ് നമുക്ക് ETF യൂണിറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി വരുന്നില്ല. അതിനാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ തീർച്ചയായിട്ടും ആദായകരമായ നിക്ഷേപ മാർഗമാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായ, അല്ലെങ്കിൽ നമുക്ക് വേണമെന്ന് തോന്നുന്ന തരത്തിലുള്ള ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ETF ആണോ നമുക്ക് അനുയോജ്യം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതിൽ അംഗങ്ങളാകാമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ചേരാമെങ്കിൽ കൃത്യമായ വരുമാനം ഉറപ്പാക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്ന് മാത്രമല്ല, അത് മറ്റ് നിക്ഷേപ പദ്ധതികളെ പോലെ തന്നെ പരിഗണിക്കാവുന്നതുമാണ്.